നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി കഴിഞ്ഞ് പോത്തൻകോടടുത്ത് ചേങ്കോട്ടടത്തിനടുത്ത് ചേങ്കോട്ടണം സ്വാമിയാർ മഠത്തിനടുത്ത് ഒരു മരണം നടന്ന ഒരാൾ വിയോഗപ്പെട്ട വീട്ടിനടുത്ത് ഒരു വീട്ടിൽ അവർ വാടകക്കാർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വെളിയിലങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് അതിഥിനെ എഴഞ്ഞു പോകുന്നുണ്ട്. അവർ പെട്ടെന്ന് നിന്ന് അതിനെ കമ്പൗണ്ട് കൊണ്ട് കിണ്ടാൻ നോക്കിയപ്പോൾ മറ്റൊന്ന് കദമ്പ അഥവാ തൊണ്ടിൻ്റെ ഇടയിലോട്ട് കയറി പോകുന്നുണ്ടെന്ന്. അപ്പോൾ രണ്ടുപേരും അവിടെ ഉണ്ട്. ഇവർ മുറുക്കനെന്ന് പറയുന്നു. ചേരയാണോ ചുവർപ്പാമ്പാണോ നീർക്കോലിയാണോ എന്നൊന്നും നമുക്കറിയില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥികളിരിക്കുന്ന സ്ഥലത്തേക്ക്. ഹലോ, അത് തരുമോ? തരുമോ? ഒരെണ്ണം തരുവി, ഞാൻ തിന്ന് നോക്കട്ട്. നല്ല മധുരമാണ്. പേരയ്ക്കാണ് അത്. അപ്പം പിന്നെ മാങ്ങാപ്പഴമായിരിക്കും അല്ലേ? അയ്യോ, ഇതാ കൊണ്ടുപോകണം. എന്തായാലും എല്ലാവരും അന്തം വിട്ട് കുന്തം പിടിക്കണക്കുന്നത്. എന്താ മോൻ്റെ പേര്? റയാൻ. എത്രല്ല പഠിക്കണേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഗവൺമെന്റ് LPS ചേങ്കോട്ടണം. അടിപൊളി. ഷേക്കൻ. ഹലോ, ഇവിടെ ആളുണ്ടല്ലേ? നമസ്കാരം. എന്താ മോൻ്റെ പേര്? മുസ്താഖ്. എന്ത് ചെയ്യുന്നു? പ്ലസ് ടു. എവിടെ ചെയ്യണേ? തുണ്ടത്തിൽ സ്കൂളിൽ ഞാൻ കഴിഞ്ഞ വർഷം പ്രോഗ്രാം ചെയ്തു. അന്ന് മോനുണ്ടായിരുന്നു. അന്ന് അവനെ സ്കാമ്പ് ചെയ്തിരുന്നു. ഉണ്ടായിരുന്നല്ലോ മഴ സമയത്ത്. ഇത് ഇവിടെയാണ് ഉണ്ടേ? പോയിട്ടില്ല. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. അടിപൊളി. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. ഞാൻ യഥാർത്ഥത്തിൽ ഒഴിയാൻ നോക്കിയാണ്. കാരണം ആദ്യം വിളിച്ചപ്പോൾ ചേട്ടാ മരിച്ച വീട്ടിൻ്റെ അടുത്താണ് 2 മൂർഖൻ അതിഥികളുണ്ട്. അപ്പോൾ ഞാൻ അതിന് സാധ്യത കാണുന്നില്ല. അപ്പോൾ 2 ചെറിയ മൂർഖൻ. അപ്പോൾ ഇവർ ചുറ്റിപ്പനയുന്നുണ്ട്. അപ്പോൾ ചുറ്റിപ്പനയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു മൂർഖൻ അതിഥി മറ്റേ മൂർഖനെ കൊന്നു തിന്നാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം കടിച്ചപ്പോൾ ഇത് ചുറ്റിപ്പനഞ്ഞാണ്. അതിന് സാധ്യതയുള്ളൂ. അപ്പോൾ ഇവർ കൂടി തട്ടയും മുട്ടയൊക്കെ ചെയ്തപ്പോൾ നേരെ വന്ന് ഇതിനകത്ത് കയറി. അപ്പോൾ ഇവിടെ അധികം സാധനമില്ല. ഇവർ കദമ്പയ്ക്ക് അകത്ത് കയറുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോഡ് തൊണ്ട് കാണുമെന്ന് വെച്ചു. പക്ഷേ ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാനില്ല. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ ഇതുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ പോയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. കാരണം നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയണ്ടേ, ഇപ്പോൾ ഈ വീട് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പടിക്കും, ചപ്പൽ, ഷൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഷൂ എന്തിനാണ് മണ്ണ്? പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സൂക്ഷിക്കണം. അപ്പോൾ ഇതിനകത്തൊരു മൂർഖൻ പാമ്പ് കയറി ഈ ചെരുപ്പിനകത്ത് ചപ്പലിനകത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാതെ ഇതെടുത്ത് കുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ പോകുന്നൊരു തട്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് എടുത്ത് കാല് വയ്ക്കുക അപകടമാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇന്നുവരെ അങ്ങനെ ആർക്കും അപകടം ഉണ്ടായിട്ടില്ല. എല്ലാവരും കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കയറിയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് സൂക്ഷിക്കണം. പറ്റുമെങ്കിൽ ഇത്രയുള്ള ഹൈറ്റിൽ ഒന്നില്ല ആ സ്റ്റാൻഡ് ഇതിൻ്റെ പുറത്ത് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും, അപകടം ഉണ്ടാവാതിരിക്കും. ഈ മൂർഖൻ അതിഥികൾ മാത്രമല്ല ചെരുപ്പിനകത്തിരിക്കുന്നത്. അണലി അതിഥികളിരിക്കും, പെരുമ്പാമ്പ് കുഞ്ഞിരിക്കും, മണ്ണൂലി, കാട്ടുപാമ്പ്, ചുവർപ്പാമ്പ്, ചേര, നീർക്കോലി എല്ലാം ചെറിയ ഷൂവിനകത്തിരിക്കാം. അതുകൊണ്ട് അപ്പോൾ ചേരയോ ചുവർപ്പാമ്പ് ഇരുന്നാൽ കുഴപ്പമില്ല, അപകടം ഉണ്ടാവില്ല. പക്ഷേ മൂർഖൻ കുഞ്ഞിൻ്റെ അണലി കുഞ്ഞിൻ്റെ കടി കിട്ടിയാൽ ഡെത്ത് സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആൻറ്റിവെനം മെഡിസിൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. മറ്റേ പിന്നെ അത് നീര് വെക്കുക, പഴുക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ കിഡ്നി ട്രബിൾ ആവുക, അണലി അടിച്ച് കിഡ്നി പ്രശ്നം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് ഞാൻ എപ്പോഴും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും, ഇതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഇന്നലെ ഒരു വീട്ടിൽ ചെറിയൊരു മൂർഖൻ അതിഥിയൊക്കെ ഒരു ചെറിയ ചുവർപ്പാമ്പിനെ കണ്ടിട്ട് മെനിങ്ങാന്ന് ഒരാൾ പോയി വെളുക്കുന്നൊരു പണി ഇത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ചെന്ന് കറക്റ്റ് ഒരു അലമാര ചരിച്ചു വെച്ച് അതിൻ്റെ കാല് പൊളിച്ച് നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു ചുവർപ്പാമ്പ്. ഇതുപോലുള്ള പൈപ്പിനകത്തൊക്കെ മൂർഖൻ്റെ കുഞ്ഞുങ്ങളിരിക്കും, അണലി കുഞ്ഞുങ്ങളിരിക്കും. നമ്മൾ ഈ ബോട്ടിലൊക്കെ എന്തായാലും നമുക്ക് മാറ്റി വെക്കാം. ഒന്നും കളയാനില്ല, എല്ലാം അധികം സാധനങ്ങളൊന്നും ഇല്ല. അടിപൊളി. ഇതുണ്ടോ? ഇത് നമ്മുടെ ചൊറിയൻ തവള. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരോ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദേഹത്ത് മുള്ളിക്കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. നോക്കിയതാ മൂർഖൻ്റെ കടി കിട്ടും. മൂർഖൻ ഇതിനെ കൊന്ന് തിന്നാൻ ശ്രമിച്ചത് യൂറിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മൂർഖൻ കടിച്ചതാണ്. കളർ മാറിയുണ്ട്. മൂർഖൻ്റെ കുഞ്ഞ് കടിച്ചിട്ട് അദ്ദേഹം മരിച്ചിട്ടില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മരിക്കും. ഇവിടെയാണ് കടി കിട്ടിയിരിക്കുന്നത്, ഇങ്ങോട്ടല്ല കടി. അത് ഏകദേശം പകുതി ഭാഗം മരണപ്പെട്ട് കഴിഞ്ഞു. അത് നോക്കുകയാണ് അദ്ദേഹത്തിന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലാണ്. ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അവിടെ കടി കിട്ടി. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ കളയാമെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങ് പോട്ടെ, പാവം. അപ്പോൾ അപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ അവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഇനി ഇതിനകത്തുള്ള ചെറിയ മാളങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതാ നോക്കിയുള്ളൂ, അധിക സാധനങ്ങളില്ല. ഇതാ ഒന്ന് ഇതായിരിക്കുന്നു, ഇതാ ഇവിടെ കണ്ടോ, ഇതായിരിക്കുന്നു, ഇതാ ഇവിടെ ഇരിക്കുന്നു, ഇതാ ഒന്ന് ഇതായിരിക്കുന്നു. 2 പേര് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ കണ്ടത്, ഞാൻ സത്യം പറഞ്ഞാൽ അവർ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി 2 കൂടി ചുറ്റി അടുത്ത് കണ്ടെന്നപ്പോൾ ഞാൻ ചേരയാണെന്ന് മസ്റ്റായിട്ട് വെച്ചു. അപ്പോൾ ചില്ല ചേട്ടാ ചെറുതാണ്, 2 പത്തിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിനെ തിന്നാൻ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ചുവർപ്പാമ്പിനെ പിടിക്കാൻ വന്ന മൂർഖനാവാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ കാണാം. ഇതാ കൊച്ചതിഥി, അത്ര വലുതൊന്നുമല്ല. ഈ വർഷം മുട്ട വിരിഞ്ഞ ഒരു കുഞ്ഞൻ അതിഥി. ഇതായത് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിന് ആരോഗ്യമില്ല, നോക്കിക്കോളൂ, ഇതിന് ആരോഗ്യമില്ല. പക്ഷേ ഇത് നോക്കിക്കോളൂ, ഇത് നല്ല ആരോഗ്യവാൻ. ഇതാ നോക്കിക്കോളൂ, ഇതിന് കടി എന്തോ കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, ദേഹത്ത് ആ കടി കിട്ടിയ പാടുണ്ട്. ഇതാ നോക്കിക്കോളൂ, ഇതാ വനം ചെന്ന പാട് നടക്കുന്നു, കണ്ടോ, ഇത് കണ്ടോ, ഇത് നല്ല ആരോഗ്യവാൻ. നോക്കിക്കോളൂ, ഇത് നല്ല ആരോഗ്യവാൻ, കണ്ടോ കണ്ടോ, അടിപൊളി, കണ്ടോ, ഇത് നല്ല ആരോഗ്യവാൻ, ഇത് ആരോഗ്യമില്ല. നോക്കിക്കോളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അതിഥി ഇദ്ദേഹം പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. നോക്കിക്കോളൂ, അദ്ദേഹത്തിൻ്റെ പാട് ഇദ്ദേഹം പത്തിയെടുത്തതാ. 2 പേരും പത്തിയെടുത്ത്. ഇദ്ദേഹത്തിന് എന്തായാലും നല്ല കടി കിട്ടിയിട്ടുണ്ട്, നല്ല കടി, നടുവിൽ കടി കിട്ടിയിട്ടുണ്ട്. വനം ഇഞ്ചെക്ട് ചെയ്ത പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ അതിഥി ആയിരിക്കും മറ്റ് തവളയെ കടിച്ചത്, ചെറിയ തവളയെ. ഇവിടെ നോക്കി ഇഷ്ടംപോലെ തവളയുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ തവളകളുടെ ഇവിടെ ഉണ്ട്, നോക്കൂ, ഇഷ്ടംപോലെ തവളയുണ്ട്, ഒത്തിരി തവളയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവയൊക്കെ പിടിക്കാനാണ് അവർ വരുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് അങ്ങ് പുറത്തേക്ക് കളയാം. എന്താ നോക്കി, 2 പേരും നല്ല ഉഷാറായിട്ട് നോക്കിയുള്ളതാ, 2 പേരും നല്ല ഉഷാർ. ഇദ്ദേഹം നല്ല ആരോഗ്യവാൻ, ഇദ്ദേഹത്തിന് ആരോഗ്യമില്ല. ആ കടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കടിയായിരിക്കും ആ തവളയ്ക്ക് കിട്ടിയത്, അതാണ് തവള മരിക്കാത്തത്. ഇദ്ദേഹത്തിൻ്റെ കടിയാണെങ്കിൽ തവള കുറച്ചുകൂടി നേരത്തെ മരിച്ചു. തവളയെ പിടിക്കാൻ വന്ന മൂർഖൻ, ആ മൂർഖനെ വിഴുങ്ങാൻ വന്ന മറ്റൊരു മൂർഖൻ. അപ്പോൾ ഇതുണ്ട്, ഒരേ പ്രായക്കാരാണ്, പക്ഷേ അദ്ദേഹത്തിന് ശോഷിപ്പം. അപ്പോൾ ഈ അതിഥി അദ്ദേഹത്തെ ഭക്ഷിക്കും, കാരണം അതാണ് ആരോഗ്യം കുറഞ്ഞത് പിന്നെ ആരോഗ്യമുള്ളത് ഭക്ഷിക്കും, അത് സ്വാഭാവികമാണ്. പരസ്പര പൂരകങ്ങൾ, അതാണ് ഇതിനെ പറയുന്നത് പരസ്പര പൂരകം. അപ്പോൾ ഈ അതിഥി ചുവർപ്പാമ്പിൻ്റെ കുഞ്ഞിനെ പിടിക്കും, അതുപോലെ വലിയ ചുവർപ്പാമ്പിനെ പിടിക്കും, നീർക്കൂലിയെ പിടിക്കും, ചേരക്കുഞ്ഞിനെ പിടിക്കും. അതുപോലെ ഇവരുടെ വംശത്തിലുള്ള അതേ അതിഥികളെ ഇവർ ഭക്ഷിക്കും. അത് നമ്മുടെ ഒരുപാട് പ്രാവശ്യം എനിക്ക് ലൈവായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഈ മൂർഖനെ ഭക്ഷിക്കുന്നത്, മൂർഖൻ ചേരയെ ഭക്ഷിക്കുന്നത്, ചേരയെ ഭക്ഷിക്കുന്നത്, അണലിയെ ഭക്ഷിക്കുന്നത് ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്കിത് നല്ല അതിഥിയാണ് ഇദ്ദേഹം. നല്ല എന്താ പറയുക, നന്നായിട്ട് നല്ല ആരോഗ്യവാനായ അതിഥിയാണ് ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് നോക്കിയതാ ഇവിടുത്തെ കടിച്ച പാട് കാണിക്കാം. നോക്കിയത് ഇവിടെ ആ കഴുത്തിൻ്റെ പുറകിൽ കടിച്ച പാട് തന്നിട്ട് ഇത് നോക്കി നല്ല പത്തി നോക്കി. ഇത് ഇങ്ങനെ എണീക്ക് നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവർ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ ഭക്ഷിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എണീറ്റ് ഇതിനെ പിടിക്കാൻ പറ്റും. ആ പിടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർ വിടത്തില്ല. പിടിച്ച് ഇപ്പോൾ രാജവെമ്പാല ചേരയെ പിടിച്ച്, ആരോഗ്യമുള്ള ചേരയെ പിടിച്ച് കഴിഞ്ഞാൽ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് കടിച്ച് തല വരെ പോവും. എന്നിട്ട് അവിടെ വെച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് ആ പകുതി ഉയരോടെ വിഴുങ്ങുകയാണ് അങ്ങ് വിഴുങ്ങുകയാണ്. ചത്തില്ലെങ്കിലും അത് വിഴുങ്ങിക്കോളും. അതുപോലെയാണ് ഞാൻ പറഞ്ഞ പള്ളിപ്പുറത്ത് CRP ക്യാമ്പിന് അടുത്തുനിന്ന് ഒരു അണലിയെ വിഴുങ്ങിയ മൂർഖനതിഥിയെ കിട്ടി. അണലിയെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അണലിയെ അത് ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ച അതിഥി കുറേ നാൾ എൻ്റെ കയ്യിൽ ജീവിച്ചിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ ആറാട്ടിട്ട് അന്നത്തെ അശോക് സാർ, ഗോപി സാർ, അതേപോലെ വിജയൻ സാർ, അതുപോലെ അങ്ങനെ എല്ലാവരും നല്ല ടൈംസ്. അപ്പോൾ ഞാനത് പരിചയപ്പെടുത്തി. ആദ്യമേ അവർക്ക് വീഡിയോ കാണിച്ചു, രണ്ടാമത് അവർ കൊണ്ടുവിടുന്ന സമയത്ത് അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യാത്രകളിൽ എനിക്ക് പഠിക്കാനുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ സപ്പോസ് ഇതുപോലൊരു അതിഥി, ഇത്ര സൈസുള്ളൊരു അതിഥി നിങ്ങളെ കടിച്ചു, ഒരു കാരണവശാലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പെടരുത്. കാരണം ഇത് വളരെ കുറഞ്ഞ വനമേ ഉള്ളൂ. ഇത് കടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ജീവൻ അപകടം ഉണ്ടാവുകയില്ല. ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ എടുക്കണം, ആൻറ്റിബയോട്ടിക് എടുക്കണം. അല്ലാതെ ഞാൻ ഇത് കടിച്ചു പറഞ്ഞ് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ കടി ഇപ്പോൾ ഒത്തിരി കടി കിട്ടുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കടി കിട്ടുന്നുണ്ട്. ആർക്കും ഒരു അപകടം ഉണ്ടാകുന്നില്ല. കുഞ്ഞിൻ്റെ കടി കിട്ടുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ചെറിയ പല്ലാണ്. വനം അധികം കടന്നു പോവുകയില്ല. കടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല്ല് ഒടിഞ്ഞു പോകും. ചവിട്ടി കടിക്കുമ്പോൾ പല്ല് ഒടിഞ്ഞു പോകും. ആ സാഹചര്യത്തിൽ നമുക്ക് അപകടം ഉണ്ടാവില്ല. പക്ഷേ ആൻറ്റിവനം എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്. കടി കിട്ടും, പക്ഷേ ജീവൻ പേടിക്കരുത്. ഇത്രയേ ഉള്ളൂ. ചെറുതല്ലേ കടിച്ച്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വരാൻ കഴിയും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പേടി കൊണ്ടാണ് കൂടുതൽ മരണം സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇത്രയും കടികൾ, ഒട്ടനവധി കടികൾ, ഇതൊരു ക്രെഡിറ്റായിട്ട് പറയുന്നതല്ല. കടികൾ വാങ്ങിയത് ആദ്യകാലങ്ങളിലൊക്കെ ഇതുപോലെ കുഞ്ഞു മുറുക്കന്മാരെയൊക്കെ മുട്ട വിരിയിക്കുമ്പോൾ അവരെ കൊണ്ട് ഞാൻ ചുമ്മാ കടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് പിന്നെ ആയപ്പോൾ അത് എനിക്ക് കുറച്ചൊക്കെ ഇമ്മ്യൂണിറ്റി ആയെന്ന് തോന്നി. പക്ഷേ എന്നാലും നോക്കുക,
ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ ജീവൻ അപകടം ഉണ്ടാവില്ല, പക്ഷേ മെഡിസിൻ എടുക്കണം, പേടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞന്മാർ മുട്ട വിരിയിച്ചത് മുട്ടയുടെ ഡേറ്റ് വിരിയാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിച്ച് വിടുന്നതൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. ആ പൊട്ടിച്ച് വിടുന്നതിന് നമുക്കറിയാം, പൊട്ടിച്ച് വിട്ടില്ലെങ്കിൽ ആ മുട്ടയ്ക്കകത്തിരുന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെടും. 55 ദിവസം കഴിയുമ്പോൾ 60 ദിവസത്തിനകത്ത് മരണപ്പെടും. അങ്ങനെയൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇംഗ്ലീഷുകാർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് അതിനുശേഷം നമ്മളൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ കാണുന്നത്. അതിന് മുന്നേ ഞാൻ യൂട്യൂബൊന്നും കാണാനുള്ള, അല്ലെങ്കിൽ വീഡിയോ ഒന്നും കാണാനുള്ള ചാനൽ അഥവാ നമുക്കുണ്ടായിരുന്നതിന് ഞാനൊക്കെ ചെറുപ്പത്തിൽ പാമ്പിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ആപ്പഴം ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയുക ദൂരദർശനം മാത്രം, മറ്റൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഡിസ്കവറി, ആനിമൽ പ്ലാനറ്റിലൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്, മുട്ട വിരിയാറാവുന്ന മുട്ട. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അവരെ വീട്ടിൽ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടി വരാതിരുന്നപ്പോൾ അവർ പിച്ചാത്തിക്ക് ഇങ്ങനെ ചെറിയൊരു സ്ലൈഡ് പോലത്തെ സാധനം വെച്ച് കീറിയിട്ട് ആ കുഞ്ഞുങ്ങളെ പുറത്ത് വിടുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മുതൽ 120 ദിവസത്തോളം വേണം ഇണചേർന്നാൽ മുട്ടയിടാനായിട്ട്. സെയിം ഒരു പ്രത്യേകതയുള്ളത്, മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ട വിരിയാനായിട്ട് 55 മുതൽ 60 ദിവസം വരെ എടുക്കുന്നു. മൂർഖൻ അതിഥികളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. സാധാരണ മൂർഖൻ അതിഥികൾ നവംബർ ഡിസംബറിൽ ഇണചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് ആദ്യം വരെയൊക്കെ ആ മുട്ട വിരിയുന്ന കാലാവധിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് മൂർഖൻ കുഞ്ഞന്മാർ വരുന്നുണ്ട്. അതിലൊരു നല്ല ആരോഗ്യമുള്ള 14 മുതൽ, എനിക്ക് തോന്നുന്നു ചെറിയൊരു മൂർഖൻ, ഒരു 3-4 വയസ്സിന് താഴെയുള്ള മൂർഖൻ, പെൺമൂർഖൻ മുട്ടയിട്ടത് 14 മുട്ടയാണ് എനിക്ക് കിട്ടിയത്. അതിൽ 11 വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി 3 കേടായി. പിന്നെ 18 കിട്ടിയിട്ടുണ്ട്, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42 ഇങ്ങനെ സൈസ് അനുസരിച്ച് മുട്ട എനിക്ക് കിട്ടുന്നത്. ഇതെല്ലാം എനിക്ക് വിരിയിക്കാൻ കുറേയൊക്കെ മാത്രമേ കേടായിപ്പോയുള്ളൂ. കാരണം പല സ്ഥലത്ത് നിന്ന് പിടികൂടുന്ന സമയത്ത് ചിലപ്പോൾ അവർ പുക കൊടുത്തിരിക്കാം, അവർ പുക കൊടുത്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. ചിലപ്പോൾ അവർ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. ചിലപ്പോൾ അവർ പാമ്പ് കയറി പോണ മാളത്തിനകത്ത് വെള്ളവും മണ്ണെണ്ണയും കൂടെ പമ്പ് ചെയ്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുട്ടകളൊന്നും വിരിയുകയില്ല, കേടായി പോകും. അപ്പോൾ നമ്മൾ സാധാരണഗതി ചെയ്യുന്നത്, ഇപ്പോൾ പണ്ട് കാലം നമുക്കറിയാം നമ്മുടെ രാജവർമ്മ സാറ് CCFG വൈൽഡ് ലൈഫ് വാർഡനായിട്ടിരുന്ന സമയത്ത്, വള്ളിയിൽ ഗോപി സാറിരുന്ന സമയത്തൊക്കെ നമ്മളത് അവർക്ക് മുന്നിലേക്ക് നമ്മളിത് മുട്ട വിരിയിക്കുന്ന വീഡിയോസൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരത് റെഫർ ചെയ്തപ്പോൾ ഇത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ശരി ഇത് നല്ലതാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ അവരുടെ പെർമിഷനോട് വേണ്ടി നമ്മൾ ഈ അവയർനെസ് മുന്നോട്ട് അന്ന് തുടങ്ങി വെച്ചത്. എന്തായാലും ഇന്ന് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഏകദേശം 1000കണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം എന്നുള്ള പരിപാടിയിൽ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളൊക്കെ തനാമന എല്ലാം മറന്ന് തുടങ്ങി വെച്ച ഒരു സംരംഭമായിരുന്നു ഇപ്പോൾ സർപ്പ സംരക്ഷണം, അല്ലെങ്കിൽ പാമ്പുകളെ സംരക്ഷണം. നമുക്ക് ഞാൻ മാത്രമല്ല, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെയൊക്കെ അറിയപ്പെടുന്നത് സർപ്പ യജ്ഞക്കാരായിട്ടുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി പാമ്പിനെ സംരക്ഷിച്ച് നടക്കുന്നതായിട്ടല്ല കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത്. സർപ്പ യജ്ഞക്കാരായിട്ട് പല സ്ഥലത്തും പാമ്പിനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പാമ്പിനെ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പെർമിഷനോടുകൂടി VJT ഹാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാമ്പുകളുടെ കൂട് ക്രമീകരിച്ച് പ്രേംചന്ദ് ഏട്ടൻ ഉൾപ്പെടെ
ബൈജു മാഷ് ഉൾപ്പെടെ, അതുപോലെ നമ്മുടെ രാജ്കുമാർ ഉൾപ്പെടെ, പട്ടം ബൈജു ഉൾപ്പെടെ, അതായത് നമ്മുടെ എന്താ പറയുക പ്രഭാത് സജി ഉൾപ്പെടെ, പിന്നെ അജീഷ് ലാലു ഉൾപ്പെടെ, അങ്ങനെ ഒരുപാട് പേര്, മുസ്തഫ, അതേപോലെ മുജീബ് റഹ്മാൻ, അങ്ങനെ ഉപ്പൂടൻ റഹ്മാൻ ഒക്കെ ഒരുപാട് പേര്, പറഞ്ഞാൽ തീരാത്തത്രയും ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എന്തായാലും അവരൊക്കെ അതിൽ കുറേ പേര് സർപ്പ യജ്ഞം നടത്തി മുന്നോട്ട് പോയവർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ജീവിതം കളഞ്ഞ് ഈ വഴിയിലേക്ക് മുന്നോട്ട് വന്നു. നമ്മുടെ മനസ്സിൽ തോന്നി ഇങ്ങനൊരു സംരംഭം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സർപ്പങ്ങളെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും സർപ്പങ്ങളെക്കുറിച്ചുള്ള ഭീതിയും ഭയവും ഒക്കെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സംരംഭം മുന്നോട്ട് വെച്ചത്. അതെന്തായാലും നമ്മുടെ കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റ് ആൾക്കാർ, കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, അവിടെയൊക്കെ ഉള്ള ആൾക്കാർ അത് നെഞ്ചിലേറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും യാത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വർഷം എനിക്ക് അധികം മുട്ടുള്ള എടുത്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം നല്ല യാത്രയായിരുന്നു. അപ്പോൾ കുറേ ഏകദേശം എനിക്ക് 100, 200, 300 താഴെ മുറുക്കൻ കുഞ്ഞുങ്ങളെ മാത്രമേ വിരിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒരു 200 താഴെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രമേ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ നിങ്ങൾ നോക്കി 2 അതിഥികളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അതിഥിയെ കണ്ടാൽ ഒരു മഞ്ഞ കലർന്നൊരു വെള്ള കളർ, കുറച്ചുകൂടി ഒരു ചന്ദന കളർ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല, ഇദ്ദേഹത്തിന് കുറച്ചൊരു കറുപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു കാപ്പിപ്പൊടിയോടി കലർന്ന ഒരു കളർ നമുക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് പ്രത്യേകത കാരണങ്ങൾ ഇദ്ദേഹം പടം പൊഴിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ട്. ഇദ്ദേഹം ഹണ്ടിങ്, വേട്ട ചെയ്ത് എനിക്കൊണ്ട് ജനിച്ചതിന് ശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും അദ്ദേഹം 3-4 പ്രാവശ്യമെങ്കിലും ഭക്ഷണം തേടി കാണും. അതാണ് നല്ല ആരോഗ്യത്തോടെ എങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റുന്നത്. നോക്കൂ, ഇദ്ദേഹം എണീറ്റ് നിൽക്കുന്നത് നിങ്ങളൊക്കെ പറയും, നിങ്ങളൊക്കെ വീട്ടിലൊരു പാമ്പ് ഒന്ന് പത്തി വിടർത്തി നിങ്ങളെല്ലാവരും ഭയപ്പെടും, പാമ്പ് പത്തി വിടർത്തിക്കുന്നപ്പോൾ നമ്മളെ ഉപദ്രവിക്കാനാണ്. അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ ഓർക്കണം, അത് പേടിച്ചിട്ടാണ്. നമ്മുടെ ഈ മുട്ട ഇങ്ങനെ അനക്കുന്നുണ്ട്, കൈ ഇങ്ങനെ അനക്കുന്നുകൊണ്ട് മാത്രമാണ് അവർ എണീക്കുന്നത്. അല്ലാതെ ഈ മുട്ട് നമ്മൾ പാമ്പാട്ടികൾ പാമ്പിനെ കളിപ്പിക്കുന്ന സമയത്ത് മുട്ടി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ആ മുട്ടി ഇങ്ങനെ അനക്കും, ഇങ്ങനെ ഇപ്പോൾ മകുടി ഇങ്ങനെ ചലിപ്പിക്കും. അങ്ങനെയൊക്കെ ചലിപ്പിക്കുന്നതുകൊണ്ട് അവർ എണീറ്റിക്കും. എനിക്ക് ചിരി വന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാനൊരു കോൾ എടുക്കാണ്ട് ആനേറ വലിയ ഉദ്ദേശം എന്നുള്ള സ്ഥലത്ത് പോയിരുന്നു. ആ പോയ സമയത്ത് ഒരമ്മ പറഞ്ഞ് പാമ്പിനെ കിട്ടില്ല, പാമ്പ് മതിലിൻ്റെ അങ്ങോട്ടേ. അപ്പോൾ അമ്മ പറഞ്ഞ് വാവ സുരേഷ് വന്നാൽ പാമ്പിനെ വിളിച്ചു വരുത്തുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അമ്മ അതൊക്കെ അന്ധമായ കഥകൾ മാത്രമല്ല, ചില സമയത്ത് പാമ്പുകൾ എഴഞ്ഞു പോകുന്ന പാട് കണ്ടിട്ട് ആ മാളത്തിൽ പോയി പാമ്പിനെ എടുത്തിട്ടുണ്ട്. അല്ലാതെ പാമ്പ് കേൾവിയില്ലാത്ത, കാഴ്ചയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, കയ്യും കാലുമില്ലാത്ത പാമ്പുകളെ എങ്ങനെയാണെന്നാ വിളിച്ചു വരുന്നത്, എങ്ങനെയാണ് ഓടി വരുന്നത്, ഇതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത്. 2 തവളയും നമ്മൾ പരിചയപ്പെടുത്തി, 2 മൂർഖൻ കുഞ്ഞുങ്ങളെങ്കിലും പരിചയപ്പെടുത്തി. നമ്മളെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.